സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ കരട് ജനകീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ചർച്ചാ സമ്മേളനം നടത്തി. കായംകുളത്താണ് ചർച്ച സംഘടിപ്പിച്ചത്. എം ഷാജർ ഖാൻ വിഷയം അവതരിപ്പിച്ചു. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ബദലായാണ് ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി കരട് ജനകീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കായംകുളത്ത് ചർച്ചാ സമ്മേളനം നടത്തിയത്. ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ജോസഫ് ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിലിൽ മൂലയ്ക്കുന്ന എന്നെ അത്ഭുത പരതന്ത്രമാക്കിയുള്ള വാദകോലാഹലങ്ങൾ നടക്കുന്നത് ആക്രമണങ്ങളല്ലേ. അതിന്റെ ക്വാളിറ്റി ഒരു പാർലമെന്റിന്റെ ചർച്ചയ്ക്കില്ല. ഒരു സാറ് ഒരു കാര്യത്തെ പ്രതിപാദിച്ച് സംസാരിക്കുന്ന അവസരത്തിൽ അതാണ് ശരി, 100% ശരി, ഇതെല്ലാം വേറെ ശരിയില്ല എന്ന് തോന്നി നമ്മളുടെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്തടുത്ത് വേറൊരാൾ എഴുന്നേറ്റ് അതിനെ മുഴുവനും നഖശിഖാന്തം എതിർത്തുകൊണ്ടതിനെ ഖണ്ഡിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞത് നാണയത്തിന്റെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ, ഇതാ അടുത്ത വശം ഞാൻ പറയാം, സുഹൃത്തുക്കളെ കേൾക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് പ്രതിപാദിക്കുന്ന അവസരത്തിൽ അവിടെ അതല്ലേ മുഴുവൻ ശരി എന്ന അത്ഭുതത്തോടെ ഞങ്ങൾ കേട്ടിരുന്നു. അത്തരത്തിലുള്ള അധ്യാപക വേദികളൊക്കെ എല്ലാം ശിക്ഷണം കിട്ടിയ കുട്ടികളെ പോലെ കംഫർട്ട് സോണിൽ പെട്ടിരിക്കുക. അതിനെക്കുറിച്ച് പറയുന്ന സാധാരണ നമ്മളിപ്പോൾ ഒരു തവളയെ അത് നിങ്ങൾ കേട്ടിട്ടുള്ള ഉദാഹരണമായിരിക്കും. ഒരു പാത്രത്തിനകത്ത് വെള്ളം എടുത്ത് പരീക്ഷ നോക്കാൻ കുട്ടികളൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് ചൂട് കൊടുക്കുക, തണുത്ത വെള്ളം ഒരു തവളയെ പിടിച്ച് തവളയുടെ സുഖമാണ്. തവള അതിനകത്ത് നീന്തി പിടിച്ച് ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്കാണ് സുഖമാണ്. ചൂട് പിടിച്ച് വെള്ളം തിളച്ച് തവള അവിടെ കൊണ്ട് ചത്തു. അതേസമയത്ത് നിങ്ങൾക്ക് അതേ പരീക്ഷ തന്നെ തിളച്ചോണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് തവള എടുത്തിട്ടു, തവള അപ്പച്ചാടി. ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഷാജർ ഖാൻ വിഷയം അവതരിപ്പിച്ചു. കേരള സർവകലാശാല ശ്രീനാരായണ സ്റ്റഡി സെന്റർ മുൻ ഡയറക്ടർ ഡോക്ടർ അഞ്ജയിൽ രഘു മുഖ്യപ്രഭാഷണം നടത്തി. ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വോട്ടേഴ്സ് മാത്രമാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള വേദികളോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് വിശദമായി സമർപ്പിക്കാനുള്ള ഒരു വേദി നമുക്ക് കിട്ടുന്നില്ല, ഒരവസരം നമുക്ക് കിട്ടുന്നില്ല. അവിടെ വളരെ കുറഞ്ഞ ചർച്ചയാണ് നടക്കുക. അധ്യാപക സംഘടനകളിൽപ്പെട്ട ചിലര് അല്ലെങ്കിൽ സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന ചില തൽപര കക്ഷികൾ, അവർ മാത്രമാണ് അവിടെ എത്തിച്ചേരുക. അപ്പൊ അങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പാഠ്യഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു എന്നല്ലാതെ ഇത് അനന്തര തലമുറയ്ക്ക് അത് എത്രമാത്രം ഗുണകരമാകുമെന്നുള്ളൊരു ചർച്ച പോലും എങ്ങും വരുന്നില്ല. റിട്ടയർഡ് DDE സുജാത സരോജം, അഡ്വക്കേറ്റ് ഒ ഹാരിസ്, ഡോക്ടർ MH രമേശ് കുമാർ, ഡോക്ടർ പി പ്രണവ് ജീവൻ, അഡ്വക്കേറ്റ് BK രാജഗോപാൽ, ആർ പാർത്ഥസാരഥി വർമ്മ, അശോകൻ രാമാനുജൻ, TM സുരേഷ് കുമാർ, ആർ പ്രവീൺ കുമാർ, N ഉദയകുമാർ, റോസ അജയകുമാർ എന്നിവർ പങ്കെടുത്തു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് എവർഗ്രീൻ സബ്ജക്ട് എന്ന് പറയുന്നു. നമുക്ക് സബ്ജക്ട് വേണ്ട, കൊല്ലപ്പണി പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ ശരിയാവും. ആ പദ്ധതി വന്നു. TQIP എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷന്റെ ബേസിക് സബ്ജക്റ്റുകൾ അട്ടിമറിക്കാമെന്നോ. ഫിസിക്സ് വേണ്ട, മാത്സ് വേണ്ട എഞ്ചിനീയറിംഗിന്. ഫിസിക്സിലും മാത്സിലും അല്ലേ എഞ്ചിനീയറിംഗ് നിൽക്കുന്നത്. കമ്പ്യൂട്ടർ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഫിസിക്സിലും മാത്സിലുമാണ് നിൽക്കുന്നത്. അത് വേണ്ടേ? അവിടെ ആ വിഷയം വേണ്ടേ? അത് അനുബന്ധ വിഷയമാണ്. ഓർത്തോണം, ബേസിക് വിഷയത്തോടൊപ്പം ആ വിഷയങ്ങൾ അട്ടിമറിക്കാമെന്നും അത് TQIP എന്ന പ്രോഗ്രാമിനെതിരെ നമ്മൾ വലിയ സ്റ്റഡി നടത്തി പോകുകയും. ന്യൂസ് ബ്യൂറോ, കായംകുളം.